നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈത്തിൽ പൊതുമാപ്പ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ 6000-ലധികം ഇന്ത്യക്കാരാണ് വിവിധ ക്യാമ്പുകളിലായി നാട്ടിലേക്കുള്ള വിമാനം കാത്തു കഴിയുന്നത്. നാട്ടിൽ ലോക്ക്ഡൌൺ നീട്ടിയതോടെ ഇവരുടെ തിരിച്ചുപോക്ക് പ്രതീക്ഷകൾക്ക് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുകയാണ്. അതേസമയം പൊതുമാപ്പ് കാലാവധി അവസാനിച്ചിട്ടും നിരവധി പേരാണ് ഇപ്പോഴും പൊതുമാപ്പ് രജിസ്റ്റർ ചെയ്യാനായി ഫർവാനിയയിൽ എത്തിയത്. താമസ നിയമലംഘകർക്ക് പിഴയോ ശിക്ഷയോ കൂടാതെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിച്ച ഇളവുകാലം ഇന്നലെ അവസാനിച്ചിരുന്നു. 28,000 പേർ പൊതുമാപ്പിന് രജിസ്റ്റർ ചെയ്തതായാണ് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽഖബസ് പത്രം റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യക്കാരിൽ 6300 പേരാണ് നാട്ടിലേക്ക് മടങ്ങാനായി രജിസ്റ്റർ ചെയ്തത്. 35,000-ലധികം ഇന്ത്യക്കാർ അനധികൃതമായി കുവൈത്തിൽ കഴിയുന്നുണ്ടെന്നാണ് കണക്ക്. എമർജൻസി പാസ്പോർട്ട് ലഭിക്കാത്തതിനാൽ രജിസ്ട്രേഷൻ നടത്താനാകാതെ മടങ്ങേണ്ടി വന്നവരും നിരവധിയാണ്. മെയ് 3-ന് ശേഷം മടങ്ങാനാകും എന്ന പ്രതീക്ഷയിലായിരുന്നു താമസ രേഖകളില്ലാത്ത പ്രവാസികൾ. എന്നാൽ നാട്ടിൽ ലോക്ക്ഡൌൺ വീണ്ടും നീട്ടിയതോടെ തിരിച്ചുപോക്ക് പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. അതിനിടെ പൊതുമാപ്പ് കാലാവധി കഴിഞ്ഞതറിയാതെ നൂറുകണക്കിന് ആളുകൾ വീണ്ടും ഫർവാനിയയിൽ രജിസ്ട്രേഷൻ നടന്നിരുന്ന സ്ഥലത്ത് എത്തിയിരുന്നു. മെയ് 5-ാം തീയതി മുതൽ കുവൈത്ത് എയർവേസ്, ജസീറ എയർവേസ് വിമാനങ്ങളിൽ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയവരെ ഇന്ത്യയിൽ എത്തിക്കുന്നതിനായിരുന്നു ആലോചനകൾ നടന്നിരുന്നത്. ഇത് സംബന്ധിച്ച് കുവൈത്തിലെ ഇന്ത്യൻ എംബസി വിദേശകാര്യ മന്ത്രാലയവുമായി ആശയവിനിമയം നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം വിദേശ രാജ്യങ്ങൾ സ്വന്തം പൗരന്മാരെ സ്വീകരിക്കാത്ത നിലപാടിനെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് കുവൈത്ത് പാർലമെന്റ് അംഗങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ മൗനം വെടിയണമെന്നും എംപിമാർ ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്ത് നിലവിലുള്ള കുടിയേറ്റ നിയമ ലംഘനം നടത്തി അനധികൃതമായി രാജ്യത്ത് തുടരുന്നവർക്ക് പിഴയും ശിക്ഷയും ഒഴിവാക്കി സർക്കാർ ചെലവിൽ മടക്കി അയക്കാൻ തയ്യാറായിട്ടും അവരെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത രാജ്യങ്ങൾക്കെതിരെയാണ് കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എംപിമാർ പ്രതിഷേധമുയർത്തിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.